ഹലോ ഫ്രണ്ട്സ്, നമ്മളെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന എന്നാൽ വ്യത്യസ്തമായ കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം എന്താണെന്ന് നോക്കാം. നമ്മൾ ഹെവി ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു ലെമൺ ടീ കുടിക്കാറില്ലേ? അപ്പോൾ ഇങ്ങനെ ലെമൺ ടീ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കുറച്ച് പുതിന ഇല കൈ വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതിൽ ചേർത്തി കൊടുക്കാം. അതെല്ലാം മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തണം കേട്ടോ. പഞ്ചസാര ചേർത്തുന്നത് കൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് തന്നെ തിളയ്ക്കുന്നതാണ്. ഇനി ഇങ്ങനെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടി ഇട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ചു കൊടുക്കാം. ഈ ചൂട് ചായയിലേക്ക് നമുക്കൊരു ചെറിയ പീസ് ലെമൺ എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഈ ഒരു ലെമൺ ടീ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ എത്ര ഹെവി ഫുഡ് കഴിച്ചാലും നമ്മുടെ ദഹനത്തിന് എളുപ്പമാക്കുന്ന ലെമൺ ടീ ആണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാനൊരു തക്കോലം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റാർ പൂ എന്ന് പറയുന്നത് അതില്ലേ, സ്പൈസസിലൊക്കെ ഉണ്ടാവുന്ന, അതെടുത്തിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വെറുതെ ഒന്ന് ചൂടാവുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അത് കത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്നായിട്ട് കത്തിപ്പോണ്ട, എന്നാൽ ചൂട് തട്ടിയിട്ട് ഒരു തീ വരും വേണം. ആ രീതിയിൽ ആ തക്കോലത്തിനൊന്ന് മെഴുകുതിരിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് കത്തുന്നുണ്ട്. ഒന്ന് കുടയുന്ന സമയത്ത് കെട്ടുപോകും കേട്ടോ. അങ്ങനെ 2-3 തവണ ചെയ്തതിന് ശേഷം അതാ ഒരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്താണ് വെക്കുന്നത്. ഫ്രിഡ്ജിനകത്ത് ഇതേപോലെ തന്നെ ഓപ്പണായിട്ട് വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് പലതരത്തിലുള്ള സ്മെല്ലുകളും ടേസ്റ്റുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനും ഫ്രിഡ്ജിനെ ഫ്രഷായിട്ട് വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ പാക്കറ്റിനകത്തേക്ക് നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇടുന്നില്ല, കുറച്ചൊരു 1/4 അളവിൽ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഏത് പാക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് ഒട്ടും തന്നെ എയർ ഇല്ലാത്ത രീതിയിൽ വെച്ചതിന് ശേഷം അത് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയം ഫോയിൽ മടക്കി അതിനുള്ളിലേക്ക് നമ്മൾ ഈ പാക്കറ്റ് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കട്ടോ. നല്ല ചൂട് വേണം, അപ്പോഴാണ് ഇത് നന്നായിട്ട് ക്ലോസ് ആയിട്ട് വരുള്ളൂ. അരി പുറത്തേക്ക് പോവാതെ ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സെൽഫോണിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ പാക്കറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ ഏതുണ്ടെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ കളറൊക്കെ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഇതെടുത്തത്. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. നമുക്ക് വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയധികം വെള്ളത്തിന് ബുദ്ധിമുട്ടായിരിക്കില്ലേ? നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഉപയോഗിച്ചാലും നമുക്ക് വെള്ളം എന്ന് പറയുന്നത് അമൂല്യമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അടുപ്പത്ത് വെക്കുന്ന അല്ലാത്ത പാത്രങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കഴുകാനുള്ള ഒരു സൂത്രമാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നില്ല. സോപ്പ് ഉപയോഗിച്ചാലാണ് നമുക്ക് ഒരുപാട് വെള്ളത്തിന് ചിലവ് വരിക. ആ സോപ്പിൻ്റെ അംശം കംപ്ലീറ്റ് നമ്മൾ കഴുകി കളയാന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് നല്ല വൃത്തിയാവുന്ന രീതിയിൽ കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് പാത്രങ്ങൾ കഴുകാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പാത്രങ്ങളൊക്കെ നല്ല ക്ലിയറായിട്ട് ക്ലീൻ ആവുന്നതാണ്. അപ്പോൾ ഈ ഉപ്പും അരിപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകാനുള്ള പാത്രത്തിലേക്ക് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇത് നമ്മൾ വെച്ച് തേച്ച് കഴിഞ്ഞ് പാത്രം കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവുന്നതാണ്. പിന്നെ നമ്മുടെ പാത്രത്തിലുള്ള കറകൾ പോവും. അതോടൊപ്പം തന്നെ ഈ പാത്രത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല ഒരു ഉളുമ്പ് മണമൊക്കെ, അതൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലേറ്റിൽ മുട്ടയുടെ സ്മെല്ലോ മീനിൻ്റെ സ്മെല്ലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ക്ലീനായി കിട്ടാൻ ഈ ഒരു മിക്സ് കൊണ്ട് നിങ്ങൾ പാത്രം കഴുകി കഴിഞ്ഞാൽ സാധിക്കും. പിന്നെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ അളവും കുറഞ്ഞു കിട്ടും. സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പാത്രം കഴുകാനുണ്ടാവുന്നതിനേക്കാളും പകുതിയിലേറെ നമുക്ക് വെള്ളം സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഈ ഒരു മിക്സ് നന്നായിട്ട് തേച്ചതിന് ശേഷം ഉണങ്ങിയൊന്നും വേണ്ട. ഇത് തേച്ച ഉടനെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കഴുകാവുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം വേണ്ടി വരുള്ളൂ. അന്ന് കൈയോടെ നമുക്കിത് കഴുകിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അരിപ്പൊടി മാത്രമല്ല, ഇതുപോലെ തന്നെ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മളെ വീട്ടിൽ ദിവസം ഉപയോഗിക്കുന്ന ഗ്ലാസ്, സ്പൂണ്, പ്ലേറ്റ് എല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും.
അടുത്തത് എന്തെന്ന് നോക്കാം. നമ്മൾ ചോറുണ്ടുന്ന സമയത്ത് സൈഡ് ഡിഷ് ഇല്ലല്ലോ എന്നുള്ള വിഷമം വേണ്ട. അത് രാത്രിയോ പകലോ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വെറും 2 മിനിറ്റിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അതിനായിട്ട് ഉപ്പിലിട്ടുള്ള 2-3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ചെറിയൊരു ഇടിക്കല്ല് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, നിങ്ങൾക്ക് പച്ചമുളക് മാത്രമാണ് ഇഷ്ടമെങ്കിൽ അത് മാത്രം ഉപയോഗിക്കാം. എന്നിട്ട് ഈ സവാളയും പച്ചമുളകും കൂടി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അരഞ്ഞു പോകരുത്, ചതച്ചെടുത്താൽ മാത്രം മതി. ഇതിൽ നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക ആയതുകൊണ്ട് അത്യാവശ്യം ഉപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ വേറെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടവും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പിലിട്ടുള്ള നെല്ലിക്കയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ സവാളയും പച്ചമുളകും നെല്ലിക്കയും കൂടി നന്നായിട്ട് മിക്സായി വരണം. ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലാച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഉപ്പും മുളകും എല്ലാം പാകമായിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണ്ട അടിപൊളി ടേസ്റ്റാണ്. എത്ര ചോറ് വേണമെങ്കിൽ ഉണ്ണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ മിക്സാക്കി എടുത്തതിലേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കൂ. ഒരു അടിപൊളി ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സൂപ്പർ ഗ്ലൂ പോലെയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് കുറച്ച് പേസ്റ്റാണ്. ഞാൻ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വൈറ്റ് കളറുള്ള പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്താനായിട്ട് പോകുന്നത് കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ. അത് ഒരു 1/2 ടീസ്പൂണോളേ ഉള്ളൂ. മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ പേസ്റ്റും മൈദപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പേസ്റ്റിൽ നന്നായിട്ട് ഈ പൊടിയിൽ നന്നായിട്ട് പെട്ടെന്നൊന്നും മിക്സായി വരില്ല, എന്നാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്തി കൊടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ വീട്ടിൽ ഏത് ഡിഷ് വാഷ് ലിക്വിഡാണോ എടുക്കുന്നത് അത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ വിമ്മിൻ്റെ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/2 ടീസ്പൂണോളം അളവിൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം മിക്സ് ചെയ്ത പോലെ തന്നെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലതുപോലെ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അത് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു ഗ്ലൂവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടാവും, ആ രീതിയിലാക്കി എടുക്കുക കേട്ടോ. വെള്ളം ഒന്നിച്ചൊഴിക്കരുത്, ഒരു അല്പാൽപ്പം ഡ്രോപ്പായി ഒറ്റിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഒട്ടിക്കുന്നതെന്നും കൂടി നോക്കാം. ഏതൊരു ഗ്ലൂ നമുക്ക് പേപ്പറുകളും കാർഡ്ബോർഡുകളും തമ്മിൽ ഒട്ടിക്കാൻ സിമ്പിളാണ്. പക്ഷേ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഇതുപോലെ മിനുസമുള്ള ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ സൂപ്പർ ഗ്ലൂ ആണെങ്കിൽ തന്നെ ഒട്ടിക്കുന്ന സമയത്ത് ഒട്ടിക്കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മിനുസുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സാധാരണ സൂപ്പർ ഗ്ലൂ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുമല്ലോ. പക്ഷേ ഈ ഒരു ഗമ്മ് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ചധികം സമയം എടുത്താൽ മാത്രമേ ഒട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഒട്ടിക്കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ട്. സമയം എടുത്ത് തന്നെ ഉണങ്ങിയിട്ട് ഒട്ടേണ്ടതാണ്. നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള ഈ ഗമ്മ് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷമാണ് ഒട്ടിപ്പിടിക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഒരു 3 മണിക്കൂറിന് ശേഷം നോക്കുന്ന സമയത്തിന് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് സൂപ്പർ ഗ്ലൂ പോലത്തെ പശകളൊന്നും ഉപയോഗിക്കാതെ സ്കൂളിൽ പല വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ.